ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എൻ്റെ വീക്ക് 7 എക്സ്പീരിയൻസ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ ഈ വീക്ക് 6 പൊതുവേ എല്ലാവരും നോക്കിക്കാണുന്നത് അതായത് കൂളായിട്ടുള്ള ഒരു വീക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് കൂളായിട്ടുള്ള വീക്കായിരുന്നു എന്ന് വെച്ചാൽ കുറേ വീക്കുകൾക്ക് മുമ്പ് അത് അത്യാവശ്യം ഒരു കൂളായിട്ടുള്ള വീക്കായിട്ട് തന്നെയാണ് എനിക്ക് പൊതുവെ ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ തുടങ്ങുന്നതിൻ്റെ ഒരു 1-2 ആഴ്ച മുമ്പിലായിട്ട് അവർ പുതിയൊരു അപ്ഡേഷനും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വീക്ക് 7 സ്ട്രിക്റ്റ് മോഡ് ആയ പോലൊരു ഫീലിങ്സ് ആയിരുന്നു ആ ഒരു ടൈമിലുള്ള എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കിട്ടുന്ന റിവ്യൂ അനുസരിച്ചിട്ടാണ്. അതായത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ചില റിവ്യൂസ് അത്യാവശ്യം പാസ്സാക്കി വിടും, ചിലർ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന ആളെ പോലെ ഇരിക്കും ആ ഒരു വീക്ക് 6 കാര്യം, വീക്ക് 7 കാര്യം. ഓക്കെ, അതായത് ഞാൻ എൻ്റെ അതേ ടൈമിൽ തന്നെ റിവ്യൂവിൽ അറ്റൻഡ് ചെയ്ത വേറൊരു കുട്ടി, അവർക്ക് എൻ്റെ അതേപോലെ തന്നെ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റും അതായത് വീക്ക് 7 ആ ഫിഗ്മ ഡിസൈനും കാര്യങ്ങളൊക്കെ എൻ്റെ അതേപോലെ തന്നെ ഏകദേശം എൻ്റെ അതേപോലെ തന്നെ ചെയ്തിട്ടുള്ള ഒരു കുട്ടി. ആ കുട്ടി പാസ്സായി, ഞാൻ അവിടെ തന്നെ ഇരുന്ന്. ആ ഒരു കാര്യം അതായത് കിട്ടുന്ന റിവ്യൂവറെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ ആ ടൈമിന് ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വീക്ക് 7. കാരണം വീക്ക് 7 ഇപ്പോൾ അത്യാവശ്യം സ്ട്രിക്റ്റായി, പക്ഷേ ആ സ്ട്രിക്റ്റായി എന്ന് അറിയാതെ ചില റിവ്യൂവർ ഇപ്പോൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ആ ഒരു കുട്ടീൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതിൻ്റെ അകത്ത് ഫിഗ്മേൻ്റെ കാര്യത്തിൻ്റെ അകത്ത് ഞാൻ ഫുള്ളായിട്ട് കണക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രോട്ടോടൈപ്പ് എന്നാണ് അതിനെ പറയുക. അതായത് ഒരു ലിങ്കിൽ നിന്ന് ഒരു പേജിൽ നിന്ന് വേറെ ഒരു പേജിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഞാൻ ക്ലിയറായിട്ട് പ്രോട്ടോടൈപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആ ഒരു പ്രോജക്റ്റ് ആ ഒരു ഫിഗ്മയിൽ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു പ്രോട്ടോടൈപ്പ് ലിങ്കിങ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ആ കുട്ടി പാസ്സായി, ഞാൻ അവിടെ തന്നെയായി. അത് അങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ ആ ഒരു വീക്കിൽ എനിക്ക് തന്നിട്ടുള്ള പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ചാനലിലെ എല്ലാ വീഡിയോസും കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടണും പിന്നെ നോട്ടിഫിക്കേഷനും ഓൺ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഫിഗ്മ വീക്ക് ഇപ്പോൾ അത്യാവശ്യം സ്ട്രിക്റ്റ് മോഡ് തന്നെയാണ്. അതായത് എല്ലാവരും അത്യാവശ്യം സീരിയസ് ആയിട്ട് എടുത്തിട്ട് ചെയ്യേണ്ട ഒരു വീക്കിനാണ് ഈ ഒരു വീക്ക് 7 എന്ന് പറയുന്ന ഈ ഒരു പ്ലാനിങ് വീക്ക്. ഈ ഒരു പ്ലാനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ടുള്ള മൊത്തം പ്രൊജക്റ്റ് ഉണ്ടാകുക. അതായത് ഈ ഒരു പ്ലാനിങ് വീക്ക് തന്നെ നമ്മൾ അതിൽ എന്ത് കിട്ടും, നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഒരു മൊത്തം ഐഡിയ പ്രോട്ടോടൈപ്പ്, അതായത് നമ്മളെ അതായത് ഫിഗ്മയിൽ നോക്കിയിട്ട് നമുക്ക് മൊത്തം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ആയി മാറിയിട്ടുണ്ടാവും. അതായത് വീക്ക് 7 ഇപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. അതായത് നമ്മൾ ഈ വീക്കിൽ എല്ലാം ചെയ്യും. അതായത് എന്തൊക്കെ ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഹോം പേജ് ഡിസൈൻ ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഷോപ്പ് പേജ് ഡിസൈൻ ചെയ്യും. അതായത് അതിൻ്റെയൊക്കെ ഇമേജ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് പേജ്, പിന്നെ ഓർഡർ ചെയ്യുന്ന പേജ്, പിന്നെ ഇത്രക്കും കാര്യങ്ങളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഷോപ്പിംഗ് പേജിൽ. പിന്നെ ഈ ബാക്കിയുള്ള പേജസൊക്കെ സൈഡിലോട്ട് പോകുന്നുണ്ടാവും. ഓക്കെ, പിന്നെ പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകുന്ന ഒരു പേജാണ്, അതായത് ക്യാൻസലേഷൻ പേജ്. അതായത് അത് അത്യാവശ്യം എല്ലാവരും ചെയ്തിട്ടുണ്ടാവില്ല. എന്നോട് ചോദിച്ചിരുന്നു അതായത് ക്യാൻസലേഷൻ പേജ് ചെയ്തിരുന്നു. ഞാൻ ആ ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ അത്രയ്ക്കും ഡീപ്പായിട്ട് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല അത് വേണമെന്ന്. പിന്നെ ക്യാൻസലേഷൻ പേജ്, പിന്നെ റിട്ടേണിൻ്റെ ആ ഒരു പേജൊക്കെ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അങ്ങനത്തെ പേജൊക്കെ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുക്കുന്നുണ്ട് സൈഡിലൊക്കെ. പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്സും ഇവർ നോക്കുന്നുണ്ട്. അതായത് ഫോർഗെറ്റിൻ്റെയൊക്കെ സ്പെല്ലിങ് മാറിപ്പോയിനോ, പിന്നെ അങ്ങനെ റീസെൻ്റ് OTPൻ്റെ ബട്ടണൊക്കെ ക്ലിയർ ആയിട്ട് വേണം. ഓക്കെ, പിന്നെ സൈനപ്പ് പേജിൽ നിന്ന് സൈനപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഫോം വാലിഡേഷൻ ഒക്കെ വാലിഡേഷൻ അല്ല, സെൻഡ് OTP ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ യൂസർ ഒതൻറ്റിക്കേറ്റ് യൂസറാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, വാലിഡ് ചെയ്യണം. ഓക്കെ, അങ്ങനത്തെ ചില പരിപാടിയൊക്കെ സെറ്റപ്പ് ചെയ്യണം. പിന്നെ എൻ്റെ ഫിഗ്മേൻ്റെ മൊത്തം മോഡലും ഞാനിവിടെ കൊടുക്കുന്നുണ്ടാവും, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അത് കോപ്പിയും ക്ലോണൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഞാനത് സ്ക്രാച്ചിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത്. അതായത് മൊത്തം സ്ക്രാച്ചിൽ നിന്ന് ആദ്യം ഞാൻ ഒരു പേജ് ഉണ്ടാക്കിയെടുത്തു, പിന്നെ അതിൻ്റെ ഒരു അപ്പുറത്തെ പേജ്, അങ്ങനെയാണ് ഞാൻ ചെയ്ത് പോയിട്ടുള്ളത്. പിന്നെ അഡ്മിൻ പേജ് സെറ്റപ്പ് ചെയ്യണം. അഡ്മിൻ പേജിലും അത്യാവശ്യം ഫീച്ചേഴ്സ് അവിടെ ഉണ്ട്. ബട്ട് അഡ്മിൻ പേജിനെക്കാട്ടി ഒരു കൂടുതലായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നത് യൂസർ പേജിൽ തന്നെയാണ്. അവിടെ എല്ലാം ചെയ്യാൻ നോക്കണം.
പിന്നെ APIൻ്റെ അകത്തും എന്നോട് ആ ഒരു റിവ്യൂർ ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ ചെയ്യില്ല എന്ന് അത്യാവശ്യം ഉറപ്പുള്ള കാര്യങ്ങളാണ് ഇവർ ട്രാക്ക് ചെയ്തിട്ട് പോകുന്നത്. അതായത് ക്യാൻസലേഷൻ പേജിൻ്റെ റൂട്ട്സ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ് എന്നോട് APIൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ ചോദിച്ചത്. അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം അപ്പുറത്ത് ക്യാൻസലേഷൻ പേജ് തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പേജ് റൗട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ, ആ ഒരു കാര്യം. പിന്നെ പ്രൊഡക്റ്റ് പേജിൻ്റെ അകത്ത് എന്ത് വേണം, ഫിൽറ്ററിങ് ഓപ്ഷൻസൊക്കെ വേണമെന്നുണ്ട്. പിന്നെ ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതായിരുന്നു UIൻ്റെ അകത്ത് എന്നോട് ചോദിച്ചിട്ടുള്ളത്. പിന്നെയുള്ളത് കുറേ ഡാറ്റാബേസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഡാഷ്ബോർഡില്ല, അതായത് നമ്മൾ അഡ്മിൻ്റെ അത് ഡാഷ്ബോർഡ് അത് നമ്മളെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് വേണമെന്നാണ് ഓർ പറയുന്നത്. അതായത് നമ്മളവിടെ വെറുതെ എന്തെങ്കിലും വാരി വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ, അതായത് കാഴ്ചക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് ഓർ നോട്ട് ചെയ്യും. അതിനകത്ത് നമ്മളോട് പറയും അത്യാവശ്യം നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് അതിന് മാറ്റാൻ ഓർ ആവശ്യപ്പെടും. പിന്നെ വേരിയൻസ്, പ്രൊഡക്റ്റിൻ്റെ അകത്ത് വേരിയൻസ് നിർബന്ധമാണ്. അതായത് അതിനകത്ത് വേരിയൻസ് ആഡ് ചെയ്യുന്ന പേജും അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ വേണം. പിന്നെ മെയിനായിട്ടുള്ള ഒരു ലോജിക്കാണ് മാക്സിമം ഡിസ്കൗണ്ട് എമൗണ്ട് നീഡഡ് ഇൻ ഫിഗ്മ. അതായത് അത് ഡിസ്കൗണ്ട് ആഡ് ചെയ്യുന്ന, ഓഫേഴ്സ് ആഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പെർസെൻറ്റേജ് കൊടുക്കുന്നെങ്കിൽ അവിടെ മാക്സിമം ഡിസ്കൗണ്ട് എമൗണ്ട് വേണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ കൂപ്പൺസ്, ഓക്കെ, അതായത് കൂപ്പൺസിൻ്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. പിന്നെ APIൻ്റെ അകത്ത് മെയിനായിട്ട് ടച്ച് ചെയ്യാൻ മാത്രമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം എല്ലാ റൂട്ട്സും സെറ്റപ്പ് ചെയ്യാൻ നോക്കുക APIയിൽ. പിന്നെ ഒരു ഡാറ്റാബേസ്, അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഫിഗ്മ ചെയ്ത് കഴിഞ്ഞാൽ ഫിഗ്മയിലുള്ള, അതായത് നമ്മളിപ്പോൾ യൂസർ ഒതൻറ്റിക്കേഷൻ പേജ് ചെയ്ത്, അതായത് ആ ഒരു പേജിൽ നമ്മൾ എന്തൊക്കെയാണോ മേടിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ആയിരിക്കണം യൂസർ പേജിൽ, അതായത് യൂസറിൻ്റെ ആ ഒരു MongoDBൻ്റെ സ്ട്രക്ചറിനൊക്കെ ഇപ്പോൾ കാണുന്നുണ്ടാവും, ആ ഒരു കാര്യത്തിൽ സ്റ്റോർ ചെയ്യേണ്ട. ഓക്കെ, എന്താണ് നിങ്ങൾ അവിടെ നിന്ന് മേടിക്കുന്ന ആ കാര്യങ്ങളൊക്കെ, അതായത് എല്ലാം സ്റ്റോർ ചെയ്യേണ്ട. MongoDBൻ്റെ ലോജിക്കായിട്ട് ആ ഒരു ഭാഗത്ത് വേണ്ട കാര്യങ്ങൾ മാത്രം അവിടെ സ്റ്റോർ ചെയ്യുക. അവിടെ എനിക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആയിരുന്നു റിമെമ്പർ മീ ഒക്കെ അവിടെ സ്റ്റോർ ചെയ്ത് നോക്കുന്നത്. അത് അവിടെ അല്ലായിരുന്നു വേണ്ടത്. അത് സെഷനായിട്ടുള്ള ഒരു കൊളാബാണ്. അപ്പോൾ അതൊന്നും അവിടെ വേണ്ട. ആ ഒരു കാര്യങ്ങളൊക്കെ ലോജിക്കൊക്കെ കറക്റ്റാണെന്ന് നോക്കുക. പിന്നെ അതിനോട് മെയിനായിട്ട് വെച്ചിട്ടുള്ള കാര്യം അഡ്മിൻ്റെ ഡീറ്റെയിൽസൊക്കെ എവിടെ സ്റ്റോർ ചെയ്യുന്നതെന്നുള്ള ഒരു ലോജിക്കലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ആ ഒരു കാര്യം ക്രാക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതായത് നമ്മൾ ഫിഗ്മയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഫിഗ്മയിൽ നമ്മൾ എന്തൊക്കെയാണ് മേടിക്കുന്നത്, പിന്നെ DBയിൽ അതൊക്കെ തന്നെയാണോ ഉള്ളതെന്ന് നോക്കുക. അതായത് ആ കാര്യങ്ങൾ തന്നെ ഇവിടെ സ്റ്റോർ ചെയ്യാൻ നോക്കിയാൽ അത്യാവശ്യം സിമ്പിളായിട്ട് ഈ ഒരു വീക്ക് കടന്നു പോകാം. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത്. അതായത് എന്ത് ചെയ്യുക, നമ്മൾ ഫിഗ്മയിൽ എന്താണ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ DBയിൽ ചെയ്യുക. പിന്നെ ആ ഒരു പേജിലെ റൂട്ട്സ് സെറ്റപ്പ് ചെയ്യുക. അത് അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. ഈ ഫിഗ്മ വീക്ക് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത് ആദ്യം ഏകദേശം ഫിഗ്മ മോഡൽ ചെയ്തെടുക്കുകയായിരുന്നു ഞാൻ ആദ്യം ചെയ്തത്. പിന്നെ ഞാൻ ഇതിലേക്ക് വരികയാണ് ചെയ്തത്. അതായത് പിന്നെ ഞാൻ API ഡോക്യുമെൻറ്റേഷനിലേക്ക് വന്നു. പിന്നെ അടുത്തായിട്ടാണ് ഞാൻ ഈ ഒരു MongoDBൻ്റെ കാര്യത്തിലേക്ക് പോയത്. അപ്പം ഇത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മൂന്നും ഒരുമിച്ചിട്ടാണ് സെറ്റപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ടായത്. അതായത് ഫിഗ്മ ഡിസൈൻ ചെയ്യുമ്പോൾ ലോഗിൻ പേജും ഈ സൈനപ്പ് പേജും കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ഒരു റൗട്ട്സ് സെറ്റപ്പ് ചെയ്യുക. എന്നിട്ട് വന്നിട്ട് ഇപ്പുറത്തെ DBൻ്റെ അകത്ത് യൂസർ കളക്ഷൻ സെറ്റപ്പ് ചെയ്യുക. അത് നല്ലതായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറ്റുന്ന നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രക്കും കാര്യങ്ങളായിരുന്നു ഈ ഒരു ഫിഗ്മ വീക്ക് 7ൻ്റെ അകത്ത് മെയിനായിട്ട് ഞാൻ നോക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് ഷെയർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ആ ഫിഗ്മയും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ ആ ഒരു മെറ്റീരിയൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് ഷെയർ ചെയ്യുന്നുണ്ടാവും. ആ ഒരു ഗ്രൂപ്പ് കയറാൻ നോക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് 7ൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അവിടെ കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഇടുന്നുണ്ടാവും. അതായത് എൻ്റെ കയ്യിൽ കിട്ടിയ ഫിഗ്മയും API ഡോക്യുമെൻറ്റേഷനും DBൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ ഇടുന്നുണ്ടാവും. അത് നോക്കി റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് ക്ലോൺ ചെയ്യാൻ നോക്കണ്ട, അത് കുറച്ച് പാടായിട്ട് പോകും. കാരണം ഈ ഒരു ഫിഗ്മ വെച്ചിട്ട് തന്നെയാണ് അങ്ങോളം എടുക്കുന്നുള്ളത്. അതായത് ഓരോ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ അകത്തുനിന്ന് ഫിഗ്മയായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ. അല്ല, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്.
അതായത് ഫിഗ്മയായിട്ട് ഒരു കമ്പയർ ചെയ്യുന്നുണ്ട് എല്ലാ വീക്കിലെ കാര്യങ്ങളും. അപ്പോൾ ഫിഗ്മ അടിപൊളിയാക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കമൻറ്റിലും കൂടി ഷെയർ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.